മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ? ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ദൃശ്യം 3 ആരൊക്കെ കണ്ടു? ഞാൻ ശനിയാഴ്ച പോയി കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ദൃശ്യം 3നെ കുറിച്ച് തന്നെ നമുക്ക് പറയാം. ദൃശ്യം 3യുടെ ഒരു റിവ്യൂ ആയിട്ടൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ കാണാം. സിനിമ ഇഷ്ടമായോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ, ടു ബി ഹോണസ്റ്റ്, ഞാൻ ഭയങ്കര അടിപൊളിയാണെന്നോ ഭയങ്കര പൊളിയാണെന്നൊന്നും ഞാൻ പറയില്ല. മൈ ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, അത്രയ്ക്കേ ഉള്ളൂ. അല്ലാണ്ട് ഭയങ്കര വലിയ മൂവി അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഭയങ്കര സൂപ്പർ മൂവി അങ്ങനെയൊന്നുമില്ല, കുഴപ്പമില്ല, അത്രേ എനിക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. കാരണം എന്താ പറയുക, ഫസ്റ്റ് ദൃശ്യം നമ്മൾ കണ്ടിട്ടുണ്ട്, സെക്കൻഡ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഫസ്റ്റും സെക്കൻഡും ഞാൻ ഇടക്ക് എന്തെങ്കിലുമൊക്കെ മൂവിയിലത്തെ സീൻസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഞാൻ വെച്ചിരുന്ന് കാണാറുണ്ട്, എനിക്കിഷ്ടമാണ്. ബട്ട് ഈ ഒരു സിനിമ ഒരു പ്രാവശ്യം നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ അത് കണ്ടിട്ട് OTTയിൽ കാണാനോ അല്ലെങ്കിൽ ഇപ്പം TV-യിൽ വരുമ്പോൾ കാണാനോ അത്രക്കുള്ളതൊന്നുമില്ല. ഒരു ടൈം കാണാൻ പറ്റുന്ന ടൈപ്പ് ഒരു മൂവിയാണ്. പിന്നെ എന്താ പറയുക, മൂവി എന്താ പറയുക, ഫസ്റ്റ് ഒരു ഇന്റർവെല്ല് വരെ എന്താ പറയുക ഭയങ്കര വലിപ്പിക്കലാണ് ഇട്ടിട്ട്. കാരണം അതിൽ പ്രത്യേകിച്ചൊന്നും കാണിക്കാനായിട്ടില്ല. കാരണം ഈ എന്താ പറയുക, മറ്റേ മോഹൻലാൽ ഒരു സിനിമ എടുത്തു, അത് ഭയങ്കര ഹിറ്റായി. ദെൻ അവിടെ തൊട്ടാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് ജോർജ് കുട്ടിയുടെ മൂത്ത മോളുടെ കല്യാണാലോചന, ഇതാണ് ഇന്റർവെല്ല് വരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ കൂട്ടരും വന്ന് കാണും, അവരുടെ അടുത്ത് പോയിട്ട് ചില ആൾക്കാർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അത് മുടക്കിക്കും. ഇതാണ് ഈ ഇന്റർവെല്ല് വരെ കാണിക്കുന്നത്. ഇപ്പോൾ മോഹൻലാലിനെതിരെ ആര് എന്ത് നീക്കം നടത്തിയാലും അത് സ്പോട്ടിൽ മോഹൻലാൽ അറിയും. സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല കാണാനായിട്ട്. അപ്പം അറിയും മോഹൻലാലിന്റെ നേരെ ആരെന്ത് നീക്കം നടത്തിയാലും മോഹൻലാലിനെ വിളിച്ചു പറയാനായിട്ട് ആൾക്കാരുണ്ട്, അത് ജോർജ് കുട്ടീനെ. അതേപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ കെട്ടിയോളാണ് എൻ്റെ മാലാക സിനിമയിലത്തെ ആക്ട്രസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. പറഞ്ഞു വരുമ്പോൾ നമ്മുടെ കലാഭവൻ ഷാജോൺ, അതായത് അതിലത്തെ ഇതെന്തായിരുന്നു, സഹദേവന്റെ മോളായിട്ട് വരും. അതിനെന്തിനാണ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയേക്കുന്നതെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാട്ട. കാരണം എന്താ പറയാ, ഇവരെ അതെന്തോ ചാനലിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ഈ ജോർജ് കുട്ടിക്കും കുടുംബത്തിനും ഇഷ്ടമല്ലെങ്കിലും അവരെ പോയി കുത്തി പാസ്റ്റ് പറഞ്ഞ് ഇന്റർവ്യൂ എടുക്കുക. പിന്നെ അവരറിയാണ്ട് അവരെ ഫോളോ, പോലീസിന് പറ്റാത്ത കാര്യം മീഡിയക്ക് പറ്റൂന്നെന്തോ ഉള്ളൊരു മെന്റാലിറ്റിയാണ് ആ പെണ്ണിന്. അവരുടെ പുറകെ നടക്കുക, ഇതൊക്കെ തന്നെ. ഇപ്പം സഹദേവനെ കാണാൻ വേണ്ടിയിട്ട് ജോർജ് കുട്ടി വരുന്ന ഒരു സീനുണ്ട്. അതിലൊരു ബക്കറ്റും പിടിച്ചിട്ട് ആ പെണ്ണ് പെരക്കകത്തുനിന്ന് പുറത്തോട്ട് ഇറങ്ങിപ്പോണ്ട്. അവൾ എങ്ങാടാണ് പോയെന്ന് ആർക്കും അറിയാൻ പാടില്ല. ഇപ്പൊ ഇൻസ്റ്റയിൽ ഭയങ്കരമായിട്ട് ട്രോളുന്നുണ്ട് അവൾ എങ്ങാടാണ് പോയെന്നും ചോദിച്ചുകൊണ്ട്. ആക്ച്വലി ഒരു ബക്കറ്റായിട്ടാണ് പോണത്. ഇവർക്ക് സ്ഥിരമായിട്ട് ജീപ്പിന്റെ റേഡിയേറ്റർ ചൂടായിട്ട് അതിൽ വെള്ളം ഒഴിക്കാൻ പോലാണ് പണി. ചിലപ്പോൾ അങ്ങനെ പോയതായിരിക്കാം. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഇവരുടെ വീടിന്റെ സൈഡില് ടോർച്ച് കൊണ്ടുള്ള വെട്ടം, പിന്നെ ഒരു ജീപ്പിന്റെ ശബ്ദമൊക്കെ ഈ മീന കേൾക്കുന്നുണ്ട്. ജോർജ് കുട്ടി ഇടക്ക് ഈ ലൈറ്റ്സ് കണ്ടായിരുന്നു. അപ്പൊ ഇത്രയും വലിയ പറമ്പുണ്ട്, ആ ഫ്രണ്ടിലത്തെ കുറച്ച് പോർഷൻ മാത്രമാണ് ഇവർ നീറ്റാക്കി സൂക്ഷിക്കണത്. ബാക്കിയുള്ള സമയത്ത് വാഴയോ കപ്പയോ എന്തൊക്കെയോ കൃഷികളുണ്ട്. അപ്പൊ അവിടെയാണ് ഒരാൾ വന്ന് കുഴി കുത്തണത്. ഇവർക്ക് വേണമെങ്കിൽ അതൊന്ന് വെട്ടിത്തെളിച്ചിടാം. അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒരു ക്യാമറ വെച്ചാൽ ആരാണ് വന്ന് കുഴി കുത്തണേന്ന് ഇവർക്ക് മനസ്സിലാവും. ഇനി അതും പോട്ടെ, ഈ കുഴി കുത്തണ ആളുണ്ടല്ലോ, ആ ആളെ ഒരു എന്താ പറയാ, ഒരിടിയും 2 വെട്ടും കൊടുത്താൽ ആ ആള് പറയും ആരാണ് ഇതിന്റെ പിന്നിലെന്ന്. സോ അതൊരു ക്യാമറ വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പിന്നെ സഹദേവന്റെ കണ്ണാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിക്കൂനൻ സിനിമയിലത്തെ വാസുവിന്റെ പോലെയാണ്, ചോര തൊട്ടെടുക്കുക കണ്ണീന്ന്, അമ്മാതിരിയാണ് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇന്റർവെല്ല് വരെയും ഇതിൻ്റെ അകത്തൊന്നും പറയാനായിട്ടില്ല. ഈ കല്യാണാലോചനയും അത് മുടങ്ങിപ്പോക്കും ഇതൊക്കെ തന്നെ ഉള്ളൂ കാണിക്കാനായിട്ട്. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ 3 സീനിലായിട്ടേ ആശാശരത്തുള്ളൂ. ഞാൻ എക്സ്പെക്ട് ചെയ്തു പോയത് ആശാശരത്തിന് നല്ല സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. ആശാശരത്ത് ഡിപ്രഷൻ അടിച്ചൊരു കസേരയിൽ ഇരിക്കുകയാണ്. സോ ആശാശരത്തിന്റെ
ഡിപ്രഷൻ അടിച്ചൊന്നും മിണ്ടില്ല. അപ്പൊ ഫസ്റ്റ് ഈ മോഹൻലാലിന്റെ അതായത് ജോർജ് കുട്ടിയുടെ സിനിമ ഭയങ്കര ഗംഭീരാവുന്നത് ആശാ ശരത്ത് വിദേശത്ത് എവിടെയോ ആ ചെയറിൽ ഇരുന്ന് കാണുന്നുണ്ട്. പിന്നെ സെക്കൻഡില് ദൃശ്യം സെക്കൻഡില് ഒരു പോലീസുകാരനുണ്ടല്ലോ ആശാ ശരത്തിന്റെ ഫ്രണ്ട്, അപ്പൊ അതിനെ വിളിച്ച് സിദ്ദിഖ് വിളിച്ച് ആശാ ശരത്തിനെ വീഡിയോ കോളിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പോലീസുകാരനെ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ആശാ ശരത്തിന് വലിയ റെസ്പോണ്ടൊന്നുമില്ല. ദെൻ ക്ലൈമാക്സില് ആശാ ശരത്തിന് ജോർജ് കുട്ടീനെ മാത്രം പോരാ അവളെയും കൂടെ വേണം എന്ന് പറയുന്ന ഒരു സീനുണ്ട്. അതായത് ഒരു ഹിന്റാണ്. ദൃശ്യം 4 ചിലപ്പോൾ വരുമായിരിക്കും, അതിനുള്ള ഹിന്റാണ്. ഈ 4 ഇവരെന്തിനാണ് എടുക്കാൻ പോണെന്ന് എനിക്കറിയാൻ പാടില്ല. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള ഒന്നും ഇതില്ല. ഇപ്പോൾ വരുൺ എന്ന് പറയുന്ന ഒരാളുടെ ഇത് വെച്ചിട്ടാണല്ലോ ഫസ്റ്റും സെക്കൻഡും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതില് പറയുന്നുണ്ട് ആക്ച്വലി. അതുകൊണ്ട് ആശാ ശരത്തിന് ഇതില് വലിയ റോളൊന്നുമില്ല. ആശാ ശരത്തിന് പകരം സിദ്ദിഖാണ് ഇതിന്റെ റോള് ഫുള്ള് എടുത്തേക്കുന്നത്. പക്ഷെ സിദ്ദിഖിന് ഒരു വില്ലൻ വേഷം ഒക്കെ ഒരു പരിധി ഉണ്ട്. അതിനത്ര വലിയ വില്ലനായിട്ടൊന്നും നമുക്ക് തോന്നത്തൊന്നുമില്ല. അപ്പം ഇതില് എന്താ പറയാ, വരുണിന്റെ അതായത് എല്ലും സാധനങ്ങളൊക്കെ ആസിഡിൽ ഇട്ടു എന്നുള്ള ഒരു ഇതുണ്ട്. എന്നിട്ട് അതിന് ശേഷമാണ് അവർക്ക് കർമ്മം ചെയ്യാനായിട്ട് മോഹൻലാല് എല്ലും സാധനങ്ങളൊക്കെ അയച്ചു കൊടുത്തത്. സോ ആസിഡിൽ ഇടുമ്പോൾ ഇതിങ്ങനെ ദ്രവിച്ചു പോവുക അങ്ങനെയൊന്നും ആയിരിക്കില്ല. അതിൽ നിന്ന് നമുക്ക് DNA കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ ആ എല്ലിന്റെ പുറമേ ഉള്ളതും ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ നശിച്ചു പോകും. എല്ല് നമുക്കൊരു കയറ് പോലെ ചുരുട്ടി കെട്ടാൻ വേണ്ടി പറ്റും. അപ്പൊ ആ ഒരു ഇതിലാക്കി വെച്ചേക്കണോണ്ട് തന്നെ അതുകൊണ്ട് ഇനി വേറെ കേസ് അന്വേഷണമോ കാര്യങ്ങളോ ഒന്നും നടക്കത്തില്ല. ഇനി അതിന്റെ അവശിഷ്ടങ്ങൾ എവിടെയാണെന്ന് പോലും കണ്ടുപിടിക്കാനായിട്ട് ഇവരെ കൊണ്ട് പറ്റുന്നില്ല. സോ അതുകൊണ്ട് ഒരു കള്ളക്കേസ് ഉണ്ടാക്കി മോഹൻലാലിനെയും കുടുംബത്തിനെ പെടുത്താം. ഇതാണ് ഇന്റർവെല്ല് കഴിഞ്ഞിട്ടുള്ള ഭാഗം പോണത്. സോ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. കാരണം നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണാം. എന്താ വെച്ചാൽ ഇത് നല്ലതാണെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്, അത്രയ്ക്ക് പോരാന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ടും ഇത് കാണാം. ഞാൻ അങ്ങനെ അതിന്റെ സ്റ്റോറി കംപ്ലീറ്റ് ആയിട്ടൊന്നും ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. ഇതിന്റെ സ്റ്റോറി, സസ്പെൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ ഇത് കാണാം. ഓക്കെ, അപ്പൊ ഇതിന്റെ 4th ഇനി എന്തെന്ന് പറയാനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല. കുഴപ്പമില്ല എന്ന് പറയാനുള്ളതേ ഉള്ളൂ. ഭയങ്കര വലിയ മൂവിയാണോ അങ്ങനെ ഭയങ്കര ഇതാണെന്നൊന്നും പറയാനായിട്ടൊന്നുമില്ല. ആക്ച്വലി മോഹൻലാലിന്റെയും ആശാ ശരത്തിൻ്റെ ഒക്കെ ഒരു ഇന്റർവ്യൂവില് ആശാ ശരത്ത് പറയുന്നുണ്ടായിരുന്നു, ഞാൻ മോഹൻലാലിന്റെ കൂടെയാണ്, മോഹൻലാലും മീനയും 2 പെമ്മക്കളും. അപ്പൊ അയാൾ കാണിക്കുന്ന ആ ഒരു എഫേർട്ടും കാര്യങ്ങളൊക്കെ ആശാ ശരത്ത് 2 പെമ്മക്കളുടെ അമ്മയെന്നുള്ള രീതിയിൽ മീനയുടെ സൈഡിൽ നിൽക്കുള്ളൂ. പക്ഷെ മോഹൻലാല് പറയുന്നുണ്ട് ഒരമ്മ. അപ്പോ അവൻ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ തന്നെ അവനെ ശിക്ഷിക്കാം, പക്ഷെ കൊന്നുകളയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോ ആ അമ്മയ്ക്കും അച്ഛനും നീതി കിട്ടണമല്ലോ. അപ്പോ ഇങ്ങനത്തെ ഒരു രീതിയിൽ ആ സിനിമ കൊണ്ടുപോയതിനോട് എനിക്ക് അത്ര വലിയ ഇതൊന്നുമില്ല. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു സിനിമയിൽ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതില് വക്കീലിന്റെ ഇത് ചെയ്തിട്ട് നമ്മുടെ സെക്കൻഡിലും അതെ മോഹൻലാലിന്റെ ഭാഗത്ത് നിൽക്കുന്ന വക്കീല് അടിപൊളിയാണ്. സെക്കൻഡിലും അടിപൊളിയാണ്, ഇപ്പോൾ 3ലും അടിപൊളിയാണ്. എനിക്ക് ആ ഒരു ക്യാരക്ടറും ആ ഒരു പെണ്ണിൻ്റെയും അഭിനയം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ബാക്കി ഒക്കെ നിങ്ങൾ ഡയറക്റ്റ് തിയേറ്ററിൽ പോയി കാണാം. പിന്നെ കണ്ട് തന്നെ അറിയാം. കാരണം ഇപ്പോൾ ഞാൻ ഇതിൽ സ്റ്റോറി കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. പക്ഷെ എൻ്റെ അഭിപ്രായമായിരിക്കില്ല നിങ്ങളുടെ അഭിപ്രായമായിരിക്കില്ല മറ്റുള്ളവരുടെ. സോ അപ്പോൾ നല്ലതാണെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ദൃശ്യം. അപ്പോൾ നിങ്ങൾ പോയി കാണാം, എന്നാലേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്ക് അത്ര ഇഷ്ടമായില്ല. അത് ഓരോരുത്തരുടെ ഒപ്പീനിയൻ ആണല്ലോ. അപ്പം എൻ്റെ ഒപ്പീനിയൻ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ദിസ് ഈസ് സേതുലക്ഷ്മി അഭിലാഷ് സൈനിങ് ഓഫ്.